spoken. The silence already knew. Rain on glass like shattered time. City holds its breath. Neon prayers and broken vows dance with silent death. A siren cries somewhere far, but ആ സൈക്കോ കില്ലറാണ് യഥാർത്ഥത്തിൽ അബ്രാമിനെ കൊന്നതെന്ന് ചിന്തിച്ച് ആ വഴിയിൽ കൂടെ മാത്രമായിരുന്നു അന്വേഷണം. എന്നാൽ അവനല്ല അത് ചെയ്തതെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരു ചോദ്യം ഒന്ന് മാത്രമാണ്: ആരാണ് അബ്രാമിനെ കൊന്നത്? അതിനുവേണ്ടിയുള്ള അന്വേഷണം പുതിയ തലത്തിലേക്ക് മാറി. സർ, അഭിരാമിൻ്റെ കൊലയുമായി ബന്ധപ്പെട്ട് ബോംബെയിൽ നിന്ന് മായ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അയച്ചെന്ന മെമ്മറി കാർഡാണിത്. ഇതിൽ നമുക്ക് വേണ്ട എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. സർ, ഞാൻ മായ. ഞാനും അഭിരാമും ഒരുമിച്ചാണ് ആജിദിൻ എന്ന ചാനലിൽ വർക്ക് ചെയ്തിരുന്നത്. അഭിരാം അവസാനമായി ചെയ്യാനിരുന്ന റിപ്പോർട്ടിനെ കുറിച്ച് പറയാനാണ് സർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അഭിരാമിൻ്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ഇത് പറയണോ വേണ്ടയോ എന്ന് ഞാൻ ഒരുപാട് ചിന്തിച്ചിരുന്നു. പക്ഷേ അവൻ്റെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ സത്യങ്ങൾ പുറത്തറിയണം. അവൻ എഴുതാൻ തീരുമാനിച്ച റിപ്പോർട്ടാണ് സർ അവനെ മരണത്തിലേക്ക് എത്തിച്ചത്. ഇന്ത്യയിൽ തന്നെ ഒരുപാട് ചർച്ചാ വിഷയമാകാവുന്ന ഒരു റിപ്പോർട്ടായിരുന്നു സർ അത്. ഇന്ത്യയിലെ അനാഥാലയത്തിൽ നിന്നും കാണാതെയാകുന്ന കുട്ടികളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് പുറംലോകം അറിയുന്നില്ല. അതിനെക്കുറിച്ച് ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് സർ എനിക്കൊരു കാര്യം മനസ്സിലായത്. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെയുണ്ടെന്ന്. ഞാൻ അവനോട് റിപ്പോർട്ട് അവസാനിപ്പിക്കാൻ പറഞ്ഞു. പക്ഷേ അവൻ ആ റിപ്പോർട്ടുമായി മുന്നോട്ട് പോയി. ആ സമയമായിരുന്നു എനിക്ക് മുംബൈയിലുള്ള NDTVയിൽ ജോയിൻ ചെയ്യേണ്ടി വന്നത്. അവസാനമായി അവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞത് കാണാതാകുന്ന കുട്ടികൾക്ക് അവൻ നീതി നടപ്പാക്കി കൊടുക്കുമെന്നാണ്. അവൻ്റെ അന്വേഷണം ആരംഭിച്ചത് കേരളത്തിൽ നിന്നാണ്. കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ ലീഡർ ദേവൻ നടത്തുന്ന ഓർഫനേജിൻ്റെ പിന്നിലായിരുന്നു. ദേവൻ അതാരാ? സർ, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ദാ വരുന്നു. നിശബ്ദം തകർത്ത് മണ്ണ് വിരിക്കും നിമിഷം. വാക്കല്ല പ്രവൃത്തിയാണ് വിടയായുധം. ജനതയുടെ ശബ്ദം നെഞ്ചിൽ തീയായി വരവാണുത് ചരിത്രം തിരുത്താനായി. കണ്ണിൽ തീ കാൽവഴി കാത്ത് നീതി നടക്കും അവന്റെ പാത. ഭയമില്ല വില പേശലില്ല ഇവൻ വന്നാൽ മാത്രം ഉറപ്പ് കൂടുതൽ. സാറ് വിളിച്ചവൻ പറഞ്ഞ കാര്യം മാത്രമേ എനിക്കിപ്പോഴും പറയാനുള്ളൂ. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്. പൊതുപ്രവർത്തനം മാത്രമാണ് എൻ്റെ ലക്ഷ്യം. പിന്നെ നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറേ നാട്ടുകാരുണ്ടാവും പലതും പറയാൻ. അതുപോലെ ഇപ്പോഴും ഉണ്ടാവും. പിന്നെ ഈ പറയുന്ന പയ്യനെക്കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പിന്നെ ഈ പയ്യൻ എന്ത് റിപ്പോർട്ടാണ് എനിക്കെതിരെ ഉണ്ടാക്കാൻ പോകുന്നത്? അപ്പോൾ പിന്നെ അങ്ങനെ ആകട്ടെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ദേവൻ്റെ അനിയത്തിയുടെ പേരിലാണ് സർ ആ ഓർഫനേജ്. അവളുടെ പേരും ഡീറ്റെയിൽസും ഞാൻ സാറിന് അയച്ചിട്ടുണ്ട്. പിന്നെ ഈ റിപ്പോർട്ടിന് വേണ്ടി അഭിരാം ഒരു ടീം തന്നെ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ പേരും വിവരങ്ങളും ഞാൻ സാറിന് അയക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയം പോലും എനിക്ക് പേടിയാണ് സർ. എനിക്കെന്തും സംഭവിക്കാം. പക്ഷേ എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ സർ. അഭിരാമിനും ആ കുട്ടികൾക്കും നീതി ലഭിക്കണം. താങ്ക് യു സർ.
അബ്രാമിൻ്റെ ടീമിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്തു. അവർക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമാണ്: ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ തന്നെ അത് മാറ്റിമറിക്കുമെന്ന് മാത്രം. ദേവികയാണെങ്കിൽ അഭിരാമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഈ ഫയലിനകത്തുണ്ട്. ദേവനെക്കുറിച്ചും അവൻ്റെ അനിയത്തി ദേവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന പക്ക ക്രിമിനൽസ് ആയിരുന്നു അവർ. അവർക്കും ഈ കേസും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്തായിരിക്കും അത്? Watching every case, I'm learning the game. Life writes lessons in fire and pain. Truth in my eyes, no fear, no shame. From every fall, I rise again. Evidence talks, I listen to you. ഹലോ സർ, ഞാനാണ്. വിജയുടെ ആ കോൾ യഥാർത്ഥ പ്രതിയെ കണ്ടെത്തിയെന്നായിരുന്നു. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ യഥാർത്ഥ പ്രതി എൻ്റെ മുമ്പിൽ തന്നെയുണ്ട്. ഇനി ഒന്ന് മാത്രം അറിഞ്ഞാൽ മതി: അവർ എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന്, അബ്രാമിൻ്റെ ജീവൻ എടുത്തതെന്ന്. ഇത്രയും ദിവസത്തെ ഈ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സത്യമാണ് സാർ, എൻ്റെ ഈ കൈ കൊണ്ടാണ് ഞാൻ അവനെ കൊന്നത്. നീയല്ല അഭിരാമിനെ കൊന്നത്. അന്ന് ആ മീറ്റിങ്ങിൽ നിങ്ങളോടൊപ്പം മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അയാളാണ് യഥാർത്ഥത്തിൽ അഭിരാമിനെ കൊന്നത്. ആരാണ് അയാൾ? ഇവൻ പ്രതിയല്ല. യഥാർത്ഥ പ്രതി പുറത്തു വരാതിരിക്കാൻ ഇവൻ സ്വയം കുറ്റമേറ്റെടുക്കുന്നതാണ്. From every fall, I rise again. Evidence talks, I listen to you. Secrets the shadows try to keep. Facing the dark.